സർ അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു ടെൻഡൻസിയാണ് ജനറലി, അതായത് എന്തെങ്കിലും ഒരു ചെറിയ വേദന വന്നാൽ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പെയിൻ കില്ലേഴ്സ് വാങ്ങി കഴിക്കുന്നത്. ഇത് എങ്ങനെയാണ് കിഡ്നീസിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഈ പെയിൻ കില്ലേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രധാനമായും NSAIDs ആണ്, നോൺ സ്റ്റിറോയിഡൽ NSAIDs. അപ്പോൾ അത് നമ്മുടെ ആൻജിയോടെൻസിൻ കൺവേർട്ടിങ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും ബേസിക്കലി നമ്മുടെ ഇൻട്രാഗ്ലോമുലാർ പ്രഷർ കൂട്ടുകയും നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്യുന്ന അരിപ്പകളുടെ പ്രഷർ കൂട്ടുകയും അത് ഫിൽട്ടർ ചെയ്യുന്ന ഗ്ലോമറസിനെ ബാധിക്കുകയും ചെയ്യും. രണ്ടാമത്തത്, ഈ മരുന്നുകൾ എക്സസ് കഴിക്കുമ്പം ഇത് കിഡ്നിയിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് കിഡ്നിയുടെ ട്യൂബ്സിൽ വന്നിട്ട് അടിയും, അവിടെ ട്യൂബുലർ ഇഞ്ചുറി ഉണ്ടാകും. ഈ രണ്ട് രീതിയിലും വരാം. പിന്നെ തേർഡ് റെയറായിട്ട് വരുന്നത് അലർജിക് റിയാക്ഷൻ പോലെ, അത് അക്യൂട്ട് ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ് എന്ന് പറയും. നമ്മളിത് മരുന്നുകളിലൂടെ ബോഡി റിയാക്ഷൻ കാരണമോ അക്യൂട്ട് ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ് വഴിയും വരാം. അപ്പോൾ ഇത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഒരു മരുന്ന് കഴിച്ചത് കൊണ്ട് സാധാരണ അങ്ങനെ ആൾക്കാർക്ക് ആരും വരില്ല. ഇത് പലപ്പോഴും നമ്മുടെ ഓവർ ദ കൗണ്ടർ മെഡിക്കേഷനായിട്ട് അവർക്കിങ്ങനെ ഡെയിലി അവരിങ്ങനെ പല ആൾക്കാരും കഴിക്കുന്നവരുണ്ട്. കുറേ നാൾ കഴിക്കുമ്പം ഇത് പതിയെ പതിയെ കിഡ്നിയുടെ ട്യൂബ്സിനെ ഡാമേജ് ചെയ്യും. പെർമനൻ്റായിട്ട് ചുരുങ്ങിയതിന് ശേഷമായിരിക്കും പലപ്പോഴും ഇത് അറിയുക. സോ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ കൃത്യമായി ചെക്കപ്പ് ചെയ്യുക, പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻസ് കഴിക്കാണ്ടിരിക്കുക. പിന്നെ ഏതൊരു മെഡിസിൻസും എക്സ്പെക്റ്റ് ഈ പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെ അല്ല, ക്രോണിക്കായിട്ട് കഴിക്കേണ്ട മെഡിസിൻസ് ഉണ്ട്. അല്ലാത്ത ഒരു മെഡിസിൻസും ഒരു 5 ഡേയ്സിന് മുകളിൽ നമ്മൾ സിംറ്റമാറ്റിക്കലി കഴിക്കാണ്ടിരിക്കുക. സിംറ്റംസ് എന്തുകൊണ്ടാണോ ഉണ്ടാക്കുന്നത് ആ റീസൺ കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുക. ഇപ്പോൾ തലവേദനയാണെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിൻ്റെ റീസൺ ചികിത്സിക്കുക. ബാക്കി നീ പെയിൻ ആണെങ്കിൽ അതിൻ്റെ ചികിത്സിക്കുക. അല്ലാണ്ട് വേദന മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളത് പല തിരക്ക് കാരണം അത് ഒഴിവാക്കി ഇടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. സോ വി ഷുഡ് അവോയ്ഡ് ദാറ്റ്. സോ പ്രിസ്ക്രിപ്ഷൻ വേണം, ലിമിറ്റഡ് ഡ്യൂറേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.